ഹലോ ഗായ്സ്, ഇന്ന് സൺഡേ, എൻ്റെ ഓഫ് ദിവസമാണ്. എൻ്റെ സൺഡേ എങ്ങനെയാണ് പോയെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? നിങ്ങൾക്ക് വലിയ താല്പര്യമില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ കാണിക്കും ഗായ്സ്. അങ്ങനെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കർട്ടനൊക്കെ മാറ്റി അപ്പുറത്തോട്ടൊരു വായ്നോട്ടം മുഖ്യം ബിഗിലേ. ഈ എണീറ്റ് വരുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാനെന്താ വെളുപ്പാങ്കാലത്തെ കണ്ട് എണീറ്റ് നല്ല കുട്ടി, വെളുപ്പാങ്കാലത്ത് എനിക്ക് നടക്കുള്ള കുട്ടിയാണെന്ന് നിങ്ങൾ ഇത് കാണുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. 12 മണിയും കണ്ടായിട്ടോ. ഇവിടെ തണുപ്പായതുകൊണ്ട് നല്ല ക്ലൗഡി ആയിട്ട് കിടക്കുന്നതാണ്. 12 മണിയുടെ ലുക്കൊന്നും ഇല്ലെന്നേ ഉള്ളൂ. അങ്ങനെ നേരത്തെ വെളുപ്പാങ്കാലത്ത് എണീക്കുന്ന നല്ല സ്വഭാവങ്ങളൊന്നും എനിക്കില്ല. ഇത് സൺഡേ ആയതുകൊണ്ട് തന്നെ നിവേദൂട്ടനും ഉണ്ട് കേട്ടോ. രാത്രി ഫുള്ള് താഴെ ഇരുന്ന് കളിച്ച് അത്യാവശ്യം നല്ല മെസ്സാക്കിയിട്ടാണ് ആള് ബെഡിൽ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എനിക്കറിയാം നല്ല മെസ്സാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം കുറേ ക്ലീനിങ് നല്ല ഇഷ്ടമാണ് കേട്ടോ. ക്ലീനിങ്ങും കുക്കിങ്ങും എനിക്ക് നല്ല ഇഷ്ടമാണ്, മൂഡ് അനുസരിച്ചിരിക്കും. പക്ഷേ നല്ല മൂഡാണെങ്കിൽ ഞാൻ ക്ലീനിങ്ങും കുക്കിങ്ങും ചെയ്ത് നല്ല എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ. ഞാൻ എന്ന് രാവിലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ ക്യാൻഡിൽ കത്തിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതിൻ്റെ സ്മെല്ലും. അതുപോലെ എന്തോ എനിക്കറിയത്തില്ല, ക്യാൻഡിൽ കത്തിച്ച് വെക്കുമ്പോൾ എനിക്ക് എന്തോ നല്ല പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണോന്ന് എനിക്കറിയില്ല. രാവിലെ എണീറ്റ് എത്രത്തോളം വെള്ളം കുടിക്കാമോ അത്രത്തോളം നമ്മുടെ സ്കിന്നിന് നല്ല. ഞാൻ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി തുടങ്ങിയപ്പോൾ അവിടെ ഡ്യൂട്ടിക്ക് 7:30 എത്തണം കേട്ടോ. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഒരു 7:10 ആകുമ്പോൾ ഇറങ്ങും. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് വിശക്കും കേട്ടോ. അങ്ങനെ സാധാരണ നമ്മൾ 7:30 ഒന്നും നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നത്തില്ലല്ലോ. അങ്ങനെ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കുന്നതും കഴിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഈസി ബ്രേക്ക്ഫാസ്റ്റ് തപ്പി ഞാൻ അവസാനം ചെന്നെത്തിയത് സ്മൂത്തിയിലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ 1 ഇയറോളം ഞാൻ സ്മൂത്തി തന്നെ ആയിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഓഫ് ഡേയ്സിലും ഞാൻ സ്മൂത്തി തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് നന്നായിട്ട് വെയിറ്റ് വയ്ക്കാൻ തുടങ്ങി. അത് സ്മൂത്തിയുടെ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി സ്മൂത്തിയുടെ ആണെന്ന് കേട്ടോ. സ്മൂത്തി കഴിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് വെയിറ്റ് വെക്കുകയും ചെയ്യും. കാരണം അതിനകത്ത് ഞാൻ നിവേദം കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഫോട്ടോഷൂട്ടിന് വേണ്ടി വിഷ്ണു വന്നു കേട്ടോ. മുമ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരുന്നു കേട്ടോ ഫോട്ടോഷൂട്ടൊക്കെ. ഞാൻ അറിയാതെ തന്നെ ഞാൻ ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്തിരുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം ഞാനൊന്ന് പുറകോട്ട് വലിയാൻ തുടങ്ങി. കാലം ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കില്ല, എനിക്ക് വേണ്ടിയും കാത്തു നിൽക്കില്ല. എനിക്ക് കിട്ടുന്ന ചെറിയ ചെറിയ അവസരങ്ങളാണെങ്കിലും ഞാൻ വേണ്ടാന്ന് വെച്ചാൽ പിന്നെ അതെന്നെ തേടി വരില്ല. ആർക്കും നഷ്ടം, എനിക്ക് മാത്രം നഷ്ടം എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞു. ഫോട്ടോഷൂട്ടിൻ്റെ വീഡിയോസും ഫോട്ടോസും ഉടനെ തന്നെ എൻ്റെ പ്രൊഫൈലിൽ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.